വികസന സെമിനാർ നടത്തി. പന്മന ഗ്രാമപഞ്ചായത്തിലാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. പന്മന ഗ്രാമപഞ്ചായത്തിലാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. അവർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നിരവധിയായ പദ്ധതികളുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഒരു കരട് പദ്ധതി രൂപരേഖ ഇന്നിവിടെ അവതരിപ്പിച്ച് നിങ്ങളുടെ എല്ലാം കൈകളിൽ എത്തിയിട്ടുള്ളത്. ഇനിയും ആവശ്യമായ ഭേദഗതികളോടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ജനകീയാസൂത്രണ പ്രവർത്തനത്തിന്റെ പല തലങ്ങളിലെ ചർച്ചകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ തന്നെ ആസൂത്രണ സമിതി യോഗം ചേർന്നെടുത്ത തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നു. വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നും അത് ഗ്രാമസഭകളിലേക്ക് പോകുന്നു. ഗ്രാമസഭകളിൽ നിന്നും നമ്മളത് വികസന സെമിനാറിലേക്ക് വരുന്നു. വീണ്ടും ഇത് പഞ്ചായത്തിന്റെ അന്തിമമായ പട്ടിക തയ്യാറാക്കുന്നതിന് അതിനുവേണ്ടി മാറ്റുന്നു. അപ്പൊ എത്ര തലങ്ങളിലാണ് നമ്മുടെ ചർച്ചകൾ. അപ്പൊ ഇതിനിടയിൽ എപ്പോഴെങ്കിലും വിട്ടുപോയിട്ടുള്ള പദ്ധതികൾ നമുക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന ഒരവസരമുണ്ട്. ഞാൻ പല ഗ്രാമസഭകളിലും സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു വാർഡിന്റെ ഗ്രാമസഭയിൽ പങ്കെടുക്കുമ്പോൾ ഒരു തൊഴിലാളിയായിട്ടുള്ള അമ്മ പറഞ്ഞ ഒരു അനുഭവം. ഞാനൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്, എനിക്ക് തൊഴിലിന് പോകാൻ കഴിയുന്നില്ല. മാനസിക വൈകല്യം എന്നതിന്റെ പേരിൽ എനിക്ക് മരുന്ന് കഴിക്കാൻ 1600 രൂപ വേണം, അതിനെനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിരവധിയായിട്ടുള്ള ആവലാതികളുണ്ടായി. എന്തുകൊണ്ട് നമുക്ക് പന്മന ഗ്രാമപഞ്ചായത്തിന് ഈ പഞ്ചായത്തിന്റെ പരിധിയിൽ മാനസിക രോഗമുള്ള ആളുകളുടെ മരുന്നുകൾ സമ്പൂർണമായി സൗജന്യമാക്കുന്ന ഒരു പദ്ധതി രൂപം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കഴിയണം എന്നുള്ളത് ആ നിർദ്ദേശങ്ങളുടെ അഭിപ്രായമായി നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ കാട്ടിൽ പദ്ധതി രേഖ അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ, എസ് ശാലിനി, ജെ അനിൽകുമാർ, അഷ്റഫ് ഖാൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പന്മന.